Hi everyone. അപ്പോൾ നമ്മളുടെ സെപ്റ്റംബർ 2025 എക്സാമിനേഷൻസ് റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് ഫൈനൽ ലെവലിൽ ഒഴികെ ബാക്കിയൊക്കെ നമ്മളത്ര പ്രതീക്ഷിച്ച റിസൾട്ട് ആയിരിക്കില്ല. ഇപ്പോൾ ഫൗണ്ടേഷൻ ലെവലിൽ ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ അറ്റംപ്റ്റ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ് വാസ് അറൗണ്ട് 20%. ന്യൂ സിലബസ് വന്നതിന് ശേഷം, ന്യൂ സിലബസ് വരുന്നതിന് മുമ്പ് ഇറ്റ് വാസ് അറൗണ്ട് 30%. ഇറ്റ് ഈസ് നൗ 14.78% അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് നമ്മൾ നോക്കുവാണെങ്കിൽ 9.43% ഫസ്റ്റ് ഗ്രൂപ്പിനുള്ളൂ, ബോത്ത് ഗ്രൂപ്പ് 10.06% ഉള്ളൂ. സെക്കൻഡ് ഗ്രൂപ്പിലാണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് ഉള്ളത്. ഫൈനൽ ലെവൽ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് നല്ലൊരു റിസൾട്ട് ആയിരുന്നു. അറൗണ്ട് 25% റിസൾട്ട് ഓരോ ഗ്രൂപ്പിലും ഉണ്ട്. ആൻഡ് ബോത്ത് ഗ്രൂപ്പ് ഓൾസോ 16% ഉണ്ട്. സോ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് മോർ ആസ് കമ്പയർഡ് ടു ദി യൂഷ്വൽ പെർസെൻറ്റേജസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഈ റിസൾട്ട് വരുന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പലർക്കും റിസൾട്ട് ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് വരാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്ത് വേണം എന്നറിയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഉള്ളത്. ഓക്കെ, നിങ്ങൾ എങ്ങനെ ജാനുവരി 2026 എക്സാമിലേക്ക് ഇനി പ്രിപ്പയർ ചെയ്യണം, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഹൗ ടു ഗോ അഹെഡ് വിത്ത് ദി പേപ്പേഴ്സ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഈ പെർട്ടിക്കുലർ വീഡിയോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ജാനുവരി 2026 എക്സാംസ് നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ ഈ കംപ്ലീറ്റ് വീഡിയോ എന്തായാലും കാണുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് ഇൻ ട്രാക്ക് വിത്ത് ദി സബ്ജക്റ്റ്. നമുക്ക് നമ്മളുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, CA എന്ന് പറയുന്ന കോഴ്സ്, വെദർ ഇറ്റ് ഇസ് ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ, ഏത് ലെവലാണെങ്കിലും എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുന്ന ഒരു കോഴ്സ് അല്ല ഇത്. അങ്ങനെ കിട്ടുന്ന ഒരു കോഴ്സ് ആയിരുന്നെങ്കിൽ ഇതിനൊരിക്കലും നമ്മൾ ഈ കാണുന്ന വാല്യൂ ഉണ്ടായിരിക്കില്ലായിരുന്നു. അപ്പോൾ ഈ കോഴ്സ് എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുന്നതല്ല, എല്ലാവർക്കും ഈസിലി കിട്ടുന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായ എഫേർട്സ് പലരും ഇട്ടിട്ടുണ്ടാവാം. ചിലർ ബോർഡറിലായിരിക്കാം പോയിട്ടുണ്ടാവുക, നിങ്ങൾക്ക് അതിൻ്റേതായ വിഷമം ഉണ്ടാവും. ഇപ്പോൾ ഫൗണ്ടേഷനുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ആയിരിക്കും നിങ്ങളൊരു ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വരിക. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇതിനകത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത എക്സാംസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് കാര്യം, യു ഷുഡ് അക്സെപ്റ്റ് ദിസ്. ഓക്കെ, എനിക്കിത് കിട്ടിയില്ല, ബട്ട് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഡൂ ദിസ് ഇൻ ജാനുവരി 26. ഈ ഡിറ്റർമിനേഷനോടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ഇനി പ്രിപ്പറേഷനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ അറ്റംപ്റ്റ് കിട്ടിയില്ല എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ ഫെയിലിയർ ആണ് എന്നൊരു മീനിങ് ഇല്ല. ഈ കോഴ്സ് എപ്പോഴാണ് നിങ്ങൾ ഫെയിൽ ആകുന്നതെന്ന് ചോദിച്ചാൽ, വെൻ യു സ്റ്റോപ്പ് ട്രൈയിങ് യു വിൽ ഫെയിൽ ദിസ് കോഴ്സ്. അതുവരെ നിങ്ങൾ ആരും ഫെയിൽഡ് അല്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഫെയിൽ പാസ് എന്ന് എഴുതുന്നതിനേക്കാൾ സക്സസ്ഫുൾ അൺസക്സസ്ഫുൾ എന്നുള്ള രീതിയിലേക്ക് വേർഡിങ്സ് വരെ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഇതിൽ ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് യു ഷുഡ് അക്സെപ്റ്റ് ദി റിസൾട്ട്. ഓക്കെ, എനിക്ക് ഇതാണ് കിട്ടിയില്ല, ബട്ട് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഡൂ ദിസ് ഇൻ ദി നെക്സ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബോർഡറിലാണ് പാസ്സാവാതെ പോയതെങ്കിൽ എസ്പെഷ്യലി ഡിറ്റർമിനേഷനോടെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത അറ്റംപ്റ്റിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ അറ്റ് ദി ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് ആയിരിക്കില്ല. ചിലപ്പോൾ പാരൻസ്, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ പലരും ഓക്കെ നിനക്ക് കിട്ടിയില്ല, ഓക്കെ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവാം. ഇതല്ല ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ബ്ലെയിം ചെയ്യുന്നുണ്ടാവാം. ഇതൊന്നും നിങ്ങളെ എഫക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും എഴുതിയാൽ എപ്പോഴും പാസ്സാവുന്ന കോഴ്സ് അല്ല. അതാണ് ഈ പറയുന്ന റിസൾട്ടിൻ്റെ പാസ് പെർസെൻറ്റേജ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, അക്സെപ്റ്റ് ചെയ്യേണ്ട ഫാക്ട് ഇതാണ്, ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ബട്ട് നെക്സ്റ്റ് ടൈം ദായി 10% അല്ലെങ്കിൽ ദായി 16% അല്ലെങ്കിൽ 15%ലേക്ക് ഞാൻ എത്തിച്ചേരും എന്നൊരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഇനി അങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് 4 പേപ്പർ ഒറ്റയടിക്ക്, നിങ്ങൾക്ക് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് ഇഫ് യു ആർ എൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻറ്റ് ഓർ ഇഫ് യു ആർ എ ഫൈനൽ സ്റ്റുഡൻറ്റ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻറ്റോ ഫൈനൽ സ്റ്റുഡൻറ്റോ ആണ്, നിങ്ങൾക്ക് സിംഗിൾ ഗ്രൂപ്പ് വേണോ ബോത്ത് ഗ്രൂപ്പ് വേണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് അതാണ്. നിങ്ങൾ ഓൾറെഡി ബോത്ത് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്തു, ലെറ്റ് സേ ബോത്ത് ഗ്രൂപ്പാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. ഈ ബോത്ത് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അറൗണ്ട് ഒരു 280, 290 ഒക്കെ കിട്ടിയിട്ടുണ്ട്, സബ്ജക്റ്റ് എല്ലാം മിനിമം കിട്ടിയിട്ടുണ്ട്, ബട്ട് യു ഫെയിൽഡ് ഇൻ അഗ്രഗേറ്റ്. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോത്ത് ഗ്രൂപ്പ്സ് ട്രൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നവംബർ മന്തായി, റിസൾട്ട് വന്നപ്പോൾ തന്നെ നവംബർ മന്തായി, ഹാർഡ്ലി യു ആർ ഹാവിങ് അറൗണ്ട് 60 days.
ഓക്കെ, അപ്പോൾ ഈ 60 ഡേയ്സിൽ ഓരോ സബ്ജക്റ്റിന് വേണ്ടി നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുവാണെങ്കിൽ ലെറ്റ് us say you will be having around 10 days for per subject revision. ആൻഡ് നിങ്ങൾക്ക് ആ 10 days പെർ ഡേ സബ്ജക്ട് റിവിഷനിൽ അപ്പോൾ ഒരു 2-3 റൗണ്ട് ഓഫ് റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6-7 days ഇഫക്റ്റീവ്ലി ഒരു സബ്ജക്റ്റിനുള്ള റിവിഷന് വേണ്ടി നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആ ഒരു ടൈം കൺസ്ട്രെയിൻ നിങ്ങൾക്ക് എപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബോർഡറിലൊക്കെയാണ് പാസ്സായതെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ബോത്ത് ഗ്രൂപ്പ്, ബട്ട് യു ഹാവ് ടു പുട്ട് ഇൻ എക്സ്ട്രാ എഫേർട്ട്. ബട്ട് യു ഫെയിൽഡ് ഇൻ 250 or 260 or you are at 240 or കഴിഞ്ഞ പ്രാവശ്യം സിംഗിൾ ഗ്രൂപ്പ് ആണ് നോക്കിയത് ബട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ വിത്ത് സിംഗിൾ ഗ്രൂപ്പ്. ഞാൻ തന്നെ കണ്ടിട്ട് പലപ്പോഴും ഈ സബ്ജക്ട് മിനിമം പലതിനും കിട്ടും, അഗ്രിഗേറ്റ് കിട്ടാതെ 3-4 അറ്റംപ്റ്റ് ഒക്കെ ഒരു സ്റ്റുഡൻറ്റ് പോകുന്നു. ബട്ട് ദേ നെവർ ഗോ ഫോർ സിംഗിൾ ഗ്രൂപ്പ്. ഓക്കെ, ഈ രീതിയിൽ ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് ബോത്ത് ഗ്രൂപ്പ് പറ്റില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് തന്നെ എഴുതുക. അത് ഡിറ്റർമിനേഷനോടെ പഠിച്ച് ആ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുക. ദി വെരി നെക്സ്റ്റ് അറ്റംപ്റ്റ് യു ക്യാൻ ഗോ ഹെഡ് വിത്ത് ദി അതർ ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോർഡറിലാണ് 280-290 നിങ്ങൾ ഫെയിൽ ആയിരിക്കുന്നത് ആൻഡ് യു ഗോട്ട് ദി സബ്ജക്ട് മിനിമം. നിങ്ങൾക്ക് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി അത്യാവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇനി പ്രാക്ടീസ് ചെയ്തത് ഡെവലപ്പ് ചെയ്തെടുക്കാനേ ഉള്ളൂ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് വിത്ത് ബോത്ത് ഗ്രൂപ്പ്. ബട്ട് നിങ്ങൾക്ക് ഒരു 250-260 ആ റേഞ്ചോ താഴെയോ ആണ് എങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ഫോർ സിംഗിൾ ഗ്രൂപ്പ് ഇഫ് യു ആർ എൻ ഇൻ്റർമീഡിയറ്റ് ഓർ ഫൈനൽ സ്റ്റുഡൻറ്റ്. ഇനി അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന ഏത് വേണം എന്നുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം യു ഷുഡ് അപ്ലൈ ഫോർ യുവർ സർട്ടിഫൈഡ് കോപ്പി. ഞാൻ നിങ്ങളോട് പറയില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്പെക്ഷൻ തന്നെ ചെയ്യണം എന്നൊന്നും പറയില്ല. ബട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് ത്രൂ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കിട്ടാം. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ RTA ഒക്കെ വെച്ചാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോപ്പി എടുക്കുന്നതെങ്കിൽ പേപ്പർ എടുപ്പിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 1 month. സോ നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾ അറിയാൻ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. Whereas if you are going for inspection or the certified copy through BOS portal, ICR SSP portal through പോകുവാണെങ്കിൽ the mail you will get will be little bit earlier. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ബട്ട് ദർ ഇസ് എ കോസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് പോർട്ടൽ വഴിയാണെങ്കിൽ ഇറ്റ് ഇസ് 500 per paper. Whereas if it is RTA it is just 10 rupees. അപ്പോൾ ഏതെങ്കിലും റൂട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സർട്ടിഫൈഡ് കോപ്പി എടുപ്പിക്കുക. ഈ സർട്ടിഫൈഡ് കോപ്പി എടുപ്പിക്കുമ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വോട്ട് വെൻ റോങ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് MCQ, ഓക്കെ, നിങ്ങൾക്ക് MCQയിൽ എത്ര മാർക്സ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ ലെവലാണ് പറയുന്നത്. നിങ്ങൾക്ക് 30 marks MCQ, 70 marks ഡിസ്ക്രിപ്റ്റീവ് ആണ് ഓൾ പേപ്പേഴ്സ്. അപ്പോൾ ഈ MCQസിൽ എത്ര മാർക്കുണ്ട്, ഡിസ്ക്രിപ്റ്റീവിൽ എത്ര മാർക്കുണ്ട്, യു ഹാവ് ടു ഇവാലുവേറ്റ് ഫസ്റ്റ്. ഓക്കെ, നിങ്ങൾക്കിപ്പം MCQയിൽ 30-ൽ 24-26 ആ റേഞ്ച് മാർക്കുണ്ട്. ബട്ട് ഡിസ്ക്രിപ്റ്റീവിൽ യു ആർ ഹാവിങ് എ വെരി ലോവർ മാർക്ക്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് പ്രാക്ടീസ്, നിങ്ങളുടെ പ്രസൻറ്റേഷൻ, ഈ സംഭവത്തിലാണ് നമ്മളുടെ മിസ്റ്റേക്ക് കൂടുതലായിട്ടും വന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് MCQയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ MCQയിൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ആണ്, ഡിസ്ക്രിപ്റ്റീവിലാണ് നിങ്ങളുടെ മാർക്ക് പോകുന്നത് എങ്കിൽ one important aspect is that you should increase your practice. You should write and practice more and more question when it comes to both theory as well as practical problems. നിങ്ങൾക്ക് പലപ്പോഴും നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തിയറി പേപ്പേഴ്സിൽ നമ്മൾ എഴുതി പഠിക്കില്ല, നമ്മൾ വായിച്ചു പോകത്തേ ഉള്ളൂ. വിൽ ജസ്റ്റ് ഓഡിറ്റ് ദി ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമുക്ക് പേപ്പറിലേക്ക് വരുമ്പോൾ ആൻസറിന് വേണ്ട രീതിയിലുള്ള ലാംഗ്വേജ് കിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് സമയം ആലോചിച്ചിരുന്നൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പലപ്പോഴും വരും. അത് വരാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, യു ഷുഡ് റൈറ്റ് ആൻഡ് പ്രാക്ടീസ് ബോത്ത് ഫോർ പ്രോബ്ലം പേപ്പേഴ്സ് ആസ് വെൽ ആസ് ഫോർ തിയറി പേപ്പേഴ്സ്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ അങ്ങനെ വോട്ട് വെൻ റോങ് MCQ ആണോ ഡിസ്ക്രിപ്റ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് നോക്കുക. ഇപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 2 പേപ്പേഴ്സിൽ ഡിസ്ക്രിപ്റ്റീവ് മാത്രമേ ഉള്ളൂ ആൻഡ് നെക്സ്റ്റ് 2 പേപ്പേഴ്സിൽ MCQ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏത് പേപ്പറാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നത്, തിയറി ആണോ പ്രോബ്ലം ആണോ, എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. കമ്പയർഡ് ടു പ്രീവിയസ് അറ്റംപ്റ്റ് ലോ കുറച്ചുകൂടി ഈസിയർ പേപ്പർ ആയിരുന്നു. ബട്ട് ലോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്യൂ ആണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ആൻഡ് പ്രാക്ടീസ് എ ലോട്ട്. ഓക്കെ, നിങ്ങൾ അതുപോലെ ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. ദാറ്റ് ഈസ് ദി ഓൺലി സൊല്യൂഷൻ യു വിൽ ബി ഹാവിങ് വെൻ ഇറ്റ് കംസ് ടു സ്കോർ മോർ മാർക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ MCQ ആണോ ഡിസ്ക്രിപ്റ്റീവ് ആണോ എന്നുള്ള പ്രശ്നം എവിടെയാണെന്നുള്ളത് നോക്കുക. ദെൻ ഈ സർട്ടിഫൈഡ് കോപ്പി കിട്ടിക്കഴിയുമ്പോൾ യു ഷുഡ് ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. നിങ്ങൾ സർട്ടിഫൈഡ് കോപ്പി എടുക്കുക. ജസ്റ്റ് നിങ്ങൾ എന്ത് എഴുതിയെന്ന് കാണാനല്ല, ജസ്റ്റ് എഴുതിയത് മാത്രം നോക്കിയാൽ പോരാ.
യു ഷുഡ് കമ്പയർ ഇറ്റ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റഡ് ആൻസർ. ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ പേപ്പറിൻ്റെയും സജസ്റ്റഡ് ആൻസർ വെബ്സൈറ്റിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ഡൗൺലോഡ് ദാറ്റ്. നിങ്ങൾക്ക് സർട്ടിഫൈഡ് കോപ്പി കിട്ടിയാൽ യു ഷുഡ് കമ്പയർ ഇറ്റ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റഡ് ആൻസർ. അതിൽ നിന്ന് എൻ്റെ ആൻസറിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാൻ കോമൺലി വരുന്ന മിസ്റ്റേക്ക് എന്താണ്, ആൻസറിൽ എന്തൊക്കെ പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടാത്തത്, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. ആ മിസ്റ്റേക്സ് ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുക. Okay, that is one thing you should always do when you had faced a failure. നിങ്ങൾ പേപ്പർ എടുപ്പിക്കുക, യു ഷുഡ് ഓൾവേസ് കമ്പയർ ഇറ്റ് വിത്ത് ദി സജസ്റ്റഡ് ആൻസർ. ചിലപ്പോൾ നിങ്ങൾ സജസ്റ്റഡ് ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം യു മേ നോട്ട് ബി സീയിങ് മച്ച് ഡിഫറൻസ് ആൻഡ് ഓൾ. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ യു ക്യാൻ ടേക്ക് ദി ഹെൽപ്പ് ഓഫ് യുവർ ഫാക്കൽറ്റീസ്. ഞങ്ങൾ ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ എങ്ങനെയാണ് പേപ്പർ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എഴുതിയത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് പറയും. നിങ്ങൾ ശരിയാണ് എന്ന് വിചാരിക്കുന്ന പല ആൻസറിലും വരേണ്ട പല പോയിന്റും വന്നിട്ടുണ്ടാവില്ല. ആസ് എ ഫാക്കൽറ്റി വി ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ദി ഹെൽപ്പ് ഓഫ് ഫാക്കൽറ്റീസ്. അപ്പോൾ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്. അങ്ങനെ യു ഷുഡ് പ്രാക്ടീസ് എ ലോട്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോക്ക് എക്സാംസ്. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് മോക്ക് എക്സാംസ് ഇരുന്നുണ്ട്, അറൌണ്ട് 2 സെറ്റ്സ്. ഓൾറെഡി മോഡൽ ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ തന്നെ 8, 10, 6 സെറ്റ് ഫോർ ഫൗണ്ടേഷൻ ഇൻ്റർ ഫൈനൽ. ഓക്കെ, ഫൗണ്ടേഷന് 10 സെറ്റ്, ഇൻ്ററിന് 8 സെറ്റ്, ഫൈനലിന് 6 സെറ്റ് എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് ദി ഹാഡ് ഇഷ്യൂഡ്. RTPs ആർ ദെയർ, MTPs ആർ ദെയർ, ഇങ്ങനെ കേസിന് ഒരു ബുക്ക്ലെറ്റ്സ് ആർ ദെയർ. ഇഷ്ടം പോലെ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതിലുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് യു ഷുഡ് റൈറ്റ് മോക്ക് എക്സാംസ്, ടെസ്റ്റ് സീരീസോ അല്ലെങ്കിൽ മോക്ക് എക്സാംസോ യു ഷുഡ് റൈറ്റ് ആൻഡ് പ്രാക്ടീസ് എ ലോട്ട്. നിങ്ങൾക്ക് എക്സാം എൻവറോൺമെൻറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് സമയത്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ, ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആണോ, നിങ്ങൾക്ക് ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ വെദർ യു വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് വിത്തിൻ 9 or 10 മിനിറ്റ്സ്, ഒരു 14 മാർക്സ് ക്വസ്റ്റ്യൻ വെദർ യു വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ് വിത്തിൻ 20-25 മിനിറ്റ്സ്, ഒരു 10 മാർക്സ് ക്വസ്റ്റ്യൻ വെദർ യു വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ് വിത്തിൻ അറൌണ്ട് 18 to 20 മിനിറ്റ്സ്. ഈ സംഭവം നമ്മൾ ചെക്ക് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയുള്ള കാര്യം നോക്കാൻ വേണ്ടി. എക്സാമിനോട് അടുക്കുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മളുടെ ടൈം കൂടി നിങ്ങൾ നോക്കി വേണം നിങ്ങൾ എഴുതാൻ. കാരണം അക്കൗണ്ട്സ് അതുപോലുള്ള പ്രോബ്ലം പേപ്പേഴ്സ് ഒരു എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു, ബട്ട് പ്രോബ്ലം ലെങ്തി ആയിരുന്നു, പേപ്പർ ലെങ്തി ആയിരുന്നു, എഴുതി തീർക്കാൻ പറ്റിയില്ല, ഈ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം നിങ്ങൾക്ക് വരാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം പ്രാക്ടീസ് എ ലോട്ട്. നിങ്ങൾ ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യണം. യു ഷുഡ് റൈറ്റ് മോക്ക് എക്സാംസ് ആസ് വെൽ. ആൻഡ് ലാസ്റ്റ്ലി യു ഷുഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ഒരു തവണ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടാനേ പോകുന്നില്ല എന്നല്ല. നിങ്ങൾ ഇപ്പോൾ ഇട്ട എഫേർട്ടിന് ഈ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും വേസ്റ്റ് ആയിട്ടില്ല. ഈ സിലബസ് ഇതുപോലെ തന്നെ കണ്ടിന്യൂയിങ് ആണ്. നിങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ ഇതേ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ പഠിക്കുമെന്നാണ്, അത് കുറച്ചുകൂടി നിങ്ങളുടെ സ്ട്രോങ്ങർ ആവും. സോ ഇപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിൻ്റെ അടക്കമുള്ള നിങ്ങളുടെ ബെനിഫിറ്റ് യു വിൽ ഗെറ്റ് ഇൻ ദി നെക്സ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ, ആ ബിലീഫിൽ നിങ്ങൾ പോയി എക്സാംസ് എഴുതുക. നിങ്ങൾ അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില എക്സാംസ് ടഫായിരിക്കാം, ചിലപ്പോൾ ചില എക്സാംസിൽ വിചാരിച്ച പെർഫോമൻസ് നടത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ അത് അടുത്ത പേപ്പറിൻ്റെ പ്രിപ്പറേഷനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ യു ഹാവ് ടു പ്രിപ്പയർ. ഓക്കെ, നിങ്ങളുടെ ആ ലാസ്റ്റ് റിവിഷൻ സാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ എടുക്കേണ്ട ഡിസിഷൻ സിംഗിൾ ഗ്രൂപ്പ് ഓർ ബോത്ത് ഗ്രൂപ്പ്. നിങ്ങൾ സർട്ടിഫൈഡ് കോപ്പി എടുത്ത് യു ഷുഡ് ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക്. MCQ ആണോ ഡിസ്ക്രിപ്റ്റീവ് ആണോ ഏതാണ് ഇഷ്യൂസ് എന്നുള്ളത് യു ഹാവ് ടു ഇവാലുവേറ്റ്. യു ഷുഡ് പ്രാക്ടീസ് എ ലോട്ട്. യു ഷുഡ് റൈറ്റ് മോക്ക് എക്സാംസ്. ഇങ്ങനെ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. ഇതിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ലാക്ക് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ടേക്ക് ദി ഹെൽപ്പ് ഓഫ് യൂട്യൂബ് വീഡിയോസ്. ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ദെയർ. റിവിഷൻ ലെക്ചേഴ്സ് ആർ ദെയർ. കുറേ ഫാക്കൽറ്റീസ് നമുക്ക് റിവിഷൻ ലെക്ചേഴ്സ് സംഭവങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ബട്ട് അതൊരിക്കലും ഒരു ഡിസ്ട്രാക്ഷനിലേക്ക് പോകരുത്. നിങ്ങൾക്ക് പലർക്കും പറ്റുന്നൊരു സംഭവം, യൂട്യൂബിൽ നിങ്ങളിത് കാണും, അതിൻ്റെ താഴെ സജഷനായിട്ട് നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ടാവും, എന്തെങ്കിലും മൂവിയുടെ ക്ലിപ്പിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ റെക്കമെൻഡേഷൻസ് ആയിട്ട് സൈഡിലുണ്ടാവും. അപ്പോൾ ആ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ പിന്നെ എന്ത് ചെയ്യും, ഇതിലേക്ക് അങ്ങ് പോകും, കുറേ സമയം അതിൻ്റെ പുറകെ പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരരുത്. നിങ്ങൾ യൂട്യൂബോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിവിഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
അത് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത്. ഡിസ്ട്രാക്റ്റഡ് ആവുന്ന സിറ്റുവേഷനിൽ യു ഹാവ് ടു റെസ്ട്രെയിൻ യുവർ സെൽഫ്. ആൻഡ് നിങ്ങളുടെ റിവിഷൻ ടൈമിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുത്തുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാതെ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, വിട്ടുപോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, സ്ട്രക്ക് ആകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഈ സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് വെച്ച് യു ഷുഡ് പ്രിപ്പയർ ആൻ ഇൻഡെക്സ് ഫോർ പ്രോബ്ലം പേപ്പർ. എന്നിട്ട് നിങ്ങളുടെ ലാസ്റ്റ് ഡേ റിവിഷനിൽ ഈ ഇൻഡെക്സ് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ടുമായിരിക്കണം നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ പോകാൻ വേണ്ടി. സോ ദാറ്റ് നിങ്ങൾ കോമൺലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ വന്നേക്കുന്ന ഒരു മിസ്റ്റേക്കും എക്സാം ഹോളിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ലാസ്റ്റ് എക്സാംസിൽ ചെയ്ത ഒരു മിസ്റ്റേക്സും ഈ എക്സാംസിൽ റിപ്പീറ്റ് ചെയ്യില്ല എന്ന കോൺഫിഡൻസോടെ നിങ്ങൾ എക്സാമിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ദി നെക്സ്റ്റ് റിസൾട്ട് ഈസ് യോഴ്സ്. Believe in yourself, practice a lot, write a lot, attend your mock exams and conquer the results. Okay, നിങ്ങൾ നോക്കുവാണെങ്കിൽ January 2026 I will become a CA or I will clear CA Inter or I will clear CA Foundation എന്ന കോൺഫിഡൻസോടെ നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു സംഭവം വിഷ്വലൈസ് ചെയ്ത് ആ ഒരു സംഭവത്തിലേക്ക് വരാൻ വേണ്ടി യു ക്യാൻ റൈറ്റ് ഇറ്റ് സംവെയർ. ഞാനിത് അച്ചീവ് ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് സംവെയർ. ആൻഡ് ആ എയിമിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഓൾ ദ വേ ബെസ്റ്റ്. നിങ്ങൾ ആരും ഡെസ്പാണ്ട് ആവശ്യമില്ല. നിങ്ങൾ ആരും ഫെയിലിയർ അല്ല. യുവർ സക്സസ് ഇസ് ജസ്റ്റ് ദ എഫോർട്ട് ടു ദി നെക്സ്റ്റ് അറ്റംപ്റ്റ്. ദാറ്റ് ഇസ് ഹൗ യു ഷുഡ് ടേക്ക് ഇറ്റ്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.